എല്ലാവർക്കും തിയറിഡ്സ് പോഡ്കാസ്റ്റിൻ്റെ ഫുട്ബോൾ വീക്ക്ലി ന്യൂസ് ഷോയിലേക്ക് സ്വാഗതം. എല്ലാ ആഴ്ചയും നമ്മൾ ഫുട്ബോളിനെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ന്യൂസ്, പ്രധാനപ്പെട്ട സംഭവങ്ങൾ, രസകരമായ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഫുട്ബോൾ വീക്ക്ലി ന്യൂസ് ഷോ. അപ്പോൾ ഇതിൽ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് വേൾഡ് കപ്പ് ജയിച്ച സ്പെയിൻ വേൾഡ് കപ്പ് ജയിച്ച ശേഷം മാഡ്രിഡിൽ ഒരു ഓപ്പൺ ബസ് പരേഡ് നടത്തി. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പറയും. അതുപോലെ വേൾഡ് കപ്പിന് ശേഷം പ്രധാനപ്പെട്ട 3 രാജ്യങ്ങളിൽ മാനേജർമാർ മാറുന്ന ഒരു കാര്യമുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ചും നമ്മൾ ഇതിൽ കവർ ചെയ്യും. അതായത് ഫ്രാൻസിലെ, ജർമ്മനിയിലെ, അതുപോലെ പോർച്ചുഗലിലെ മാനേജേഴ്സ് മാറി. ഇതിനെക്കുറിച്ച് നമ്മളിതിൽ കവർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം MLS 2 പ്രധാനപ്പെട്ട യൂറോപ്യൻ ടീമിൽ നിന്നുള്ള 2 പ്രധാനപ്പെട്ട സ്റ്റാർ പ്ലേയേഴ്സ് പോയിട്ടുണ്ട്. അവരെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ഒരുപാട് ട്രാൻസ്ഫേഴ്സ് നടക്കുന്നുണ്ട് യൂറോപ്യൻ ഫുട്ബോളിൽ. അപ്പോൾ ആ ട്രാൻസ്ഫേഴ്സിൻ്റെ കൺഫേംഡ് ആയിട്ടുള്ള ട്രാൻസ്ഫേഴ്സും അതുപോലെ ചൂടായിട്ട് നിൽക്കുന്ന റൂമേഴ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളും നമ്മളിതിൽ പറഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഷോ സ്റ്റാർട്ട് ചെയ്യാം. വേൾഡ് കപ്പ് കഴിഞ്ഞു, പല രാജ്യങ്ങളും പുതിയ മാനേജർമാരെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഇടയിലാണ് വലിയൊരു ന്യൂസ് വരുന്നത്. നമ്മൾ മാനേജർമാരും അപ്പോയിൻറ്റ് ചെയ്യുന്ന ന്യൂസിൻ്റെ ഒപ്പം തന്നെ വന്നൊരു പ്രധാനപ്പെട്ട ന്യൂസായിരുന്നു ഇറ്റലിയുടെ ടെക്നിക്കൽ ഡയറക്ടറായിട്ട് മൽദീനി ജോയിൻ ചെയ്ത കാര്യം. മൽദീനി ജോയിൻ ചെയ്ത ശേഷം ഇറ്റാലിയൻ ഫുട്ബോളിൽ ഭയങ്കര ആവേശമായിരുന്നു ഫാൻസിന്. അതായത് മൽദീനി ആ റോളിൽ വരികയും ഗവൺമെൻറ് ഒരുപാട് ഫുട്ബോളിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതായത് കുറേ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, കുറേ അക്കാഡമീസ് കൊണ്ടുവരാനും ഒക്കെ തുടങ്ങിയ പദ്ധതികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ക്ലിയറായിട്ട് നടക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് മൽദീനി അടുത്ത കോച്ച് ആരാ, അടുത്ത മാനേജർ ആരാന്നുള്ളത് തപ്പി പോയി. അതിൻ്റെ ഇടയിൽ ഒരു ന്യൂസ് കേൾക്കണം, ബ്രസീലിൻ്റെ ഇപ്പോഴത്തെ കോച്ചായിട്ടുള്ള ഇറ്റലിക്കാരൻ തന്നെയായിട്ടുള്ള അൻസലോട്ടിയെ അപ്രോച്ച് ചെയ്തു. അൻസലോട്ടി ബ്രസീൽ പ്രോജക്റ്റായിട്ട് മുന്നോട്ട് പോകാന്നുള്ള തരത്തിൽ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ശരിയാണോ എന്നറിയില്ല, അങ്ങനെ ഒരു ന്യൂസ് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ പെപ് ഗാർഡിയോള, അതായിരുന്നു കൺഫേംഡ് ആയിട്ടുള്ള ന്യൂസ്. ഗാർഡിയോളെ അപ്രോച്ച് ചെയ്തിരുന്നു മൽദീനി. അപ്പോൾ ഗാർഡിയോള കുറേ 2 ദിവസം നെഗോഷിയേഷനൊക്കെ കഴിഞ്ഞിട്ട് ഗാർഡിയോള അത് റിജക്റ്റ് ചെയ്തു. കാരണം ഗാർഡിയോളയ്ക്ക് ഒട്ടും താല്പര്യമില്ല ഒരു വലിയ ബ്രേക്ക് എടുക്കുക, ഫാമിലിയുടെ ഒപ്പം കുറച്ച് സ്പെൻഡ് ചെയ്യാനൊക്കെ ആണ് ഗാർഡിയോള തീരുമാനിച്ചിരുന്നത്. അതിനുശേഷമാണ് മൽദീനി ആൻഡ്രേ പിർലോനെ അപ്രോച്ച് ചെയ്തത്. പിർലോനെ അപ്രോച്ച് ചെയ്ത ഏകദേശം പിർലോ ആണ് നെക്സ്റ്റ് ഇറ്റാലിയൻ മാനേജർ എന്നൊക്കെ പറഞ്ഞ് ന്യൂസൊക്കെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഇടയിൽ അതേ ഇപ്പോൾ വന്ന ലേറ്റസ്റ്റ് ന്യൂസാണ്. അതായത് മൽദീനി റിസൈൻ ചെയ്തു. എന്താണ് അതിൻ്റെ കാരണം? വേറൊന്നല്ല, ആൻഡ്രോ പിർലോനെ മാനേജറാക്കാൻ പറ്റില്ല എന്നുള്ളത് ഇറ്റാലിയൻ ഫെഡറേഷൻ അത് തീരുമാനിക്കുകയാണ്. അതായത് പ്രസിഡന്റ് മലഗാവോ പറഞ്ഞു ആൻഡ്രോ പിർലോനെ ഹെഡ് കോച്ചായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കാരണം റഷ്യൻ ബ്രാൻഡ്സ് ആയിട്ടുള്ള കണക്ഷൻ. ആൻഡ്രോ പിർലോന് റഷ്യയിലെ പല ബ്രാൻഡ്സായിട്ട് നല്ല കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് പിർലോനെ മാനേജറാക്കാൻ പറ്റില്ല എന്നുള്ളത് പറയുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് മൽദീനി അവസാനം ഈ പണി നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അത് രാജിവെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇറ്റാലിയൻ ഫുട്ബോളിനി എങ്ങോട്ടാണ് പോണേന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. ഇറ്റാലിയൻ ഫാൻസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? മൽദീനി വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ആവേശം, അതൊക്കെ ഈ ന്യൂസ് വന്നതോടുകൂടി അവിടുത്തെ ഇറ്റാലിയൻ ഫുട്ബോളിൻ്റെ ആ ദുരന്ത അവസ്ഥ അത് ശരിക്കും പുറത്തേക്ക് വരികയാണ്. ഇറ്റലി എങ്ങാനും എന്തെങ്കിലും രക്ഷപ്പെട്ട് കാണുമോ? അടുത്ത വേൾഡ് കപ്പിനെങ്കിലും ഇറ്റലി ക്വാളിഫൈ ചെയ്യുമോ? നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. നിങ്ങൾ ഇറ്റാലിയൻ ഫാൻസ് ഉണ്ടെങ്കിൽ മറ്റ് ഫാൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്കും കമൻറ്റ് ചെയ്യും. ഇറ്റലി ഇല്ലാണ്ട് എന്ത് വേൾഡ് കപ്പ് അല്ലേ? അപ്പോൾ ജർമ്മനി നേരത്തെ പുറത്തായപ്പോൾ തന്നെ നെഗൽസ്മാനെതിരെയുള്ള മീഡിയയിൽ ഭയങ്കര രൂക്ഷമായ വിമർശനങ്ങളുണ്ടായിരുന്നു. ഇത്രയും ക്വാളിറ്റി പ്ലേയേഴ്സിനെ കിട്ടിയിട്ടും ഏറ്റവും എക്സൈറ്റിംഗ് സ്ക്വാഡായിരുന്നു അവരുടെ. പക്ഷേ അവർ വിചാരിച്ചത്ര രീതിയിൽ പെർഫോം ചെയ്തില്ല എന്നുള്ള വിമർശനം ജർമ്മനിയിൽ നിന്ന് പരക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ തന്നെ വേൾഡ് കപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത മാനേജർ ആരായിരിക്കും എന്നുള്ള ചർച്ചകളും ഒക്കെ വന്നു. നെഗൽസ്മാൻ രാജിവെക്കാൻ കുറച്ച് മടി കാണിച്ചു എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. പക്ഷേ എന്തായാലും ആൾ രാജിവെച്ചു. ആ റൂമേഴ്സ് പ്രകാരം തന്നെ യൂർഗൻ ക്ലോപ്പ്, ലിവർപൂളിൻ്റെ പഴയ മാനേജറായിട്ടുള്ള യൂർഗൻ ക്ലോപ്പ് ജർമ്മനിയുടെ മാനേജറായിട്ട് അനൗൺസ് ചെയ്യുക മാത്രമല്ല ഒരു കിടിലൻ ഒരു പത്രസമ്മേളനവും ആൾ നടത്തി. അതായത് ലിവർപൂളിൻ്റെ ഫാൻസിനൊക്കെ എല്ലാവർക്കും അറിയാം. അതായത് ഫാൻസിനെ ഫുൾ മോട്ടിവേറ്റ് ചെയ്യിക്കാൻ പറ്റുന്ന
വാക്കുകളാണ്. എന്ത് പ്രസ് കോൺഫറൻസ് നടത്തിയാലും അതിൽ വളരെ മോട്ടിവേഷനായിട്ടുള്ള രീതിയിൽ സംസാരിക്കും, ഫിലോസഫിക്കലായിട്ടുള്ള സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന മാനേജറാണ് യർഗൻ ക്ലോപ്പ്. അപ്പോൾ എന്തായാലും ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു മാറ്റമാണ് അവിടെ വന്നിട്ടുള്ളത്. നെഗൽസ്മാനിൽ നിന്ന് യർഗൻ ക്ലോപ്പിലേക്കുള്ള മാറ്റം. അത് എന്തായാലും ജർമ്മൻ ഫുട്ബോളിന് അത് ഭാവിയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് കൊണ്ടുവരുമെന്ന് വിചാരിക്കാം. മാത്രമല്ല യർഗൻ 10 വർഷത്തിൻ്റെ അടുത്ത് ലിവർപൂളിൽ ഒക്കെ നിന്ന് കഴിഞ്ഞ് ഒരു വലിയ ബ്രേക്കൊക്കെ എടുത്ത് ലൈഫൊക്കെ ആസ്വദിച്ചൊക്കെ കഴിഞ്ഞ് ഒരു വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള എന്ന എനർജിയൊക്കെ തിരിച്ച് കിട്ടിയ ഒരു ക്ലോപ്പിനെയാണ് അവർക്ക് ജർമ്മനിക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ജർമ്മനിയുടെ സ്റ്റൈല് മാറാം, പ്ലേയേഴ്സിൻ്റെ പരമാവധി ഔട്ട്പുട്ട് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്ന മാനേജറാണ് ക്ലോപ്പ്. അതുപോലെ തന്നെ ഫാൻസിനെയും ആ ഒരു നിരാശകളായിരുന്നു ഒരുപാട് വേൾഡ് കപ്പുകളായിട്ട്, അതിൽ നിന്നൊക്കെ ഉണർത്താനും ഒക്കെ പറ്റുന്ന ഒരു കോച്ച് തന്നെയാണ് ക്ലോപ്പ്. അപ്പം നമുക്ക് എന്തായാലും ക്ലോപ്പ് എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. ക്ലോപ്പ് സക്സസ്ഫുൾ ആയിരിക്കുമോ ജർമ്മനിയുടെ അവസ്ഥ വെച്ചിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ജർമ്മനിക്ക് ഒരു പുതിയ ഉണർവ് വരുമോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. പിന്നീട് നടന്ന വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഫ്രാൻസിനെ സംബന്ധിച്ചാണ്. ഫ്രാൻസിലെ ഡിഡിയർ ഡെസ്കാംസ് 14 വർഷം ആൾ ഫ്രാൻസിൻ്റെ മാനേജറായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു ലോകകപ്പും ജയിച്ചു, ഫൈനലുകൾ കളിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇത്രയും കാലം ഒരു ടീമിൻ്റെ തന്നെ മാനേജറായിട്ട് തുടരുന്ന ഡെസ്കാംസ് ഫ്രാൻസിനെ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ എത്തിച്ചു. 3rd പ്ലേസ് പ്ലേ ഓഫിൽ ഇംഗ്ലണ്ടിനെതിരെ തോറ്റു. പക്ഷെ ആ 3rd പ്ലേസ് പോലും കിട്ടാൻ്റെ 4ാമത്തെ സ്ഥാനത്ത് എത്തി. പക്ഷേ ഇത്രയും ടാലൻറ്റഡായിട്ടുള്ള സ്ക്വാഡായിരുന്നു ഫ്രാൻസിൻ്റെ. അതായത് ഇത്രയും കിട്ടില്ല അറ്റാക്കിംഗ് പ്ലേയേഴ്സുള്ള സ്ക്വാഡ് വേറെ വേൾഡ് കപ്പിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ സംശയം. അങ്ങനെ എനിക്ക് തോന്നലില്ല വേറെ ആരെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഇതിലും അറ്റാക്കിംഗ് ടീം ഉണ്ടായിരുന്നു എന്നുള്ളതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും എംബാപ്പെ, ഒലീസെ, ഡെംബലെ, ബാർക്കോള, ഡൂവെ, ചെർക്കിക്ക് കളിക്കാൻ പോലും സമയം കിട്ടില്ല. അത്രയും നല്ല സ്ക്വാഡായിരുന്നു. പക്ഷെ അവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് പലരും പറയുന്നുണ്ടായിരുന്നു. ഈവൻ ഞങ്ങളുടെ പോഡ്കാസ്റ്റിൽ ഞങ്ങൾ ഫ്രാൻസിനെ കുറിച്ചൊക്കെ അനലൈസ് ചെയ്തപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണിച്ചിരുന്നു. ആ പ്രശ്നങ്ങൾ തന്നെയാണ് അവരെ ബാധിച്ചതെന്ന് തോന്നുന്നു. എന്തായാലും ഡെസ്കാംസിന്റെ അച്ചീവ്മെന്റ്സിന് മുന്നിൽ വേറൊന്നും പറയാനില്ല. കാരണം അത്രയും കിടിലനായിട്ട് ഫ്രാൻസിനെ കൊണ്ടു നടന്ന മാനേജറാണ്. പക്ഷെ ഇപ്പോൾ പുതിയ മാനേജർ വരികയാണ്. പുതിയ മാനേജർ വേറെ ആരുമല്ല, സിനദൈൻ സിദാൻ. അതായത് റയൽ മാഡ്രിഡിലെ ചാമ്പ്യൻസ് ലീഗുകൾ കണ്ടിന്യൂസ് ആയിട്ട് ജയിപ്പിക്കുകയും ഒക്കെ ചെയ്ത അത്രയും വലിയ അറ്റാക്കിംഗ് പ്ലേയേഴ്സ്, അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള സ്ക്വാഡിനെ അവരെ എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിക്കാൻ പറ്റിയ കോച്ചാണ് സിനദൈൻ സിദാൻ. അപ്പം എന്തായാലും ഡെഫിനറ്റ്ലി ഫ്രാൻസിന് സിനദൈൻ സിദാൻ പുതിയൊരു യുഗം കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല കുറച്ചും കൂടി അറ്റാക്കിംഗ് ആയിട്ടുള്ള, കുറച്ചും കൂടി എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫുട്ബോളായിരിക്കും സിനദൈൻ സിദാൻ്റെ ഫ്രാൻസ് കളിക്കുക എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ആരാധകരെല്ലാവരും. അപ്പോൾ എന്തായാലും ഫ്രാൻസ് എന്ന് പറഞ്ഞ ഒരു ടാലൻറ്റ് ഫാക്ടറിയാണ്. ഇതിപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ തന്നെ ഫ്രാൻസിൽ ജനിച്ച 99 കളിക്കാർ ലോകകപ്പിലും പല രാജ്യങ്ങൾക്കായിട്ട് കളിച്ചു എന്നുള്ളതാണ് അതിൻ്റെ കണക്കുകൾ. അപ്പോൾ അത്രയും ടാലൻസ് ഫ്രാൻസിൽ നിന്ന് വരും. അവരെ എല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റ് 26 കളിക്കാർ ആരൊക്കെയാണോ വേണ്ടത് അവരെ തീരുമാനിച്ച് കൊണ്ടുവന്ന് കളിപ്പിച്ച് അടുത്ത വേൾഡ് കപ്പ് ജയിപ്പിക്കുക എന്നുള്ളതായിരിക്കും സിനദൈൻ സിദാൻ്റെ മുമ്പിലുള്ള വെല്ലുവിളി. നമുക്ക് എന്തായാലും സിദാൻ്റെ ഇതിനു മുമ്പിലത്തെ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് കണക്കാക്കണം. പക്ഷേ അപ്പുറത്ത് സ്പെയിൻ നല്ല ഫോമിൽ നിൽക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം. അടുത്ത ഇനി വരുന്ന യൂറോ കപ്പ് ഉണ്ട്, നാഷൻസ് ലീഗ് ഉണ്ട്. അതിലൊക്കെ സിനദൈൻ സിദാൻ എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പിന്നീടുള്ള വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ പോർച്ചുഗലിൻ്റെ സംബന്ധിച്ച് പോർച്ചുഗലിൽ റോബർട്ടോ മാർട്ടീനസ്, ഇത്രയും ടാലൻറ്റഡ് പ്ലേയേഴ്സും ക്രിസ്ത്യാനോ റൊണാൾഡോ, ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയറിൽ ഒന്നായിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ ഉള്ള ടീമാണ്. അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോവിനെ ഉപയോഗിച്ച് നല്ല രീതിയിൽ കളിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത റോബർട്ടോ മാർട്ടീനസ് എന്തോ മറ്റേ പോർച്ചുഗലിൻ്റെ മൊത്തത്തിലുള്ളൊരു ടീം ആയിട്ട് കളിക്കാൻ സാധിക്കാതെ വന്നതുകൊണ്ടാണോ എന്തോ ലോകകപ്പിൽ വിചാരിച്ച വേണ്ടത്ര രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടു. റൊണാൾഡോനെ കൂടുതൽ മിനിറ്റ്സ് കൊടുത്ത് കളിപ്പിക്കുന്നതിൽ വിമർശനങ്ങൾ കേട്ടു. ഗോൺകാലോ റാമോസ് എന്ന് പറഞ്ഞ സ്ട്രൈക്കറെ ഉപയോഗിച്ചില്ല എന്നുള്ള വിമർശനങ്ങൾ, അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ. മാത്രമല്ല ബെൽജിയത്തിൻ്റെ ഗോൾഡൻ ജനറേഷനെ നശിപ്പിച്ചു എന്നുള്ള പോലെ തന്നെ പോർച്ചുഗലിൻ്റെ ഗോൾഡൻ ജനറേഷനെ നശിപ്പിച്ചു എന്നുള്ളൊരു ചീത്തപ്പേരും കൂടി റോബർട്ടോ മാർട്ടീനസിന് വന്നു.
അപ്പോൾ അതിനൊക്കെ ശേഷം ആൾ രാജിവെച്ചു. അതിന് പകരമായിട്ട് ജോർജ് ജീസസ് ആണ് മാനേജറായിട്ട് വരുന്നത്. വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള മാനേജറാണ്. പോർച്ചുഗലിലെ ഒരുപാട് ക്ലബ്ബുകൾ മാനേജ് ചെയ്തിട്ടുണ്ട്, യൂറോപ്യൻ ക്ലബ്സ് പലതും മാനേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആള് അങ്ങനെ ഒരു പ്രൊഫൈലായിട്ടാണ് വരുന്നത്. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞ സിനദേൻ സിദാന്റെ പോലെയോ അല്ലെങ്കിൽ യൂർഗൻ ക്ലോപ്പിന്റെ പോലെയോ വലിയ അത്രയും കാലിബറുള്ള അല്ലെങ്കിൽ അത്രയും രീതിയിൽ ട്രോഫീസ് ജയിച്ചിട്ടുള്ള ഒരു മാനേജർ ഒന്നും അല്ല ജോർജ് ജീസസ്. മാത്രമല്ല സൗദി ലീഗിലാണ് ഇതിനു മുമ്പ് മാനേജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് പോർച്ചുഗലിനെ പോലൊരു ക്ലബ്, ഒരു രാജ്യത്തിന് പോലെയുള്ള ഒരു പ്രൊഫൈലുള്ള മാനേജർ മതിയോ എന്നുള്ളൊരു സംശയമാണ് ഉള്ളത്. അതെന്തായാലും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. നിങ്ങൾ പോർച്ചുഗീസ് ഫാൻസ് ഉണ്ട്, റൊണാൾഡോ ഫാൻസ് ഉണ്ട്, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ പുതിയ മാനേജറെ സംബന്ധിച്ച്? ആൾക്ക് പോർച്ചുഗലിനെ വിചാരിച്ചത്ര ഉയരങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട വേറെ ക്വസ്റ്റ്യൻ ഉള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോനെ സംബന്ധിച്ചാണ്. റൊണാൾഡോ വിരമിക്കുമോ എന്നുള്ള ഒരു ചോദ്യം എല്ലാവരുടെ മുമ്പിലുണ്ട്. റൊണാൾഡോ ഇതുവരെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ക്ലിയർ ആയിട്ട് ഉറപ്പായിട്ട് പറഞ്ഞില്ല. ചിലർ പറയുന്നുണ്ട് റൊണാൾഡോ വിരമിക്കുമെന്നൊക്കെ പറയുന്നവരുണ്ട്. അതായത് നാഷൻസ് ലീഗിൽ സെപ്റ്റംബർ മാസത്തിൽ വെയിൽസിനെതിരെയുള്ള സെപ്റ്റംബർ 24 വെയിൽസിനെതിരെയുള്ള മത്സരമായിരിക്കും പോർച്ചുഗലിന് വേണ്ടിയിട്ടുള്ള റൊണാൾഡോന്റെ അവസാനത്തെ മത്സരം എന്ന് പറയുന്ന കമൻസ് ഇപ്പോൾ പല സ്ഥലത്തുനിന്നും വരുന്നുണ്ട്. ജോർജ് ജീസസ് പറഞ്ഞു ഓൾറെഡി, അതായത് റൊണാൾഡോനെ ഇനിയും കളിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആൾക്ക് റൊണാൾഡോനെ കൊണ്ടുവരാൻ വിഷമമുള്ള ആളൊന്നുമല്ല. അപ്പോൾ ആളും റൊണാൾഡോയും കൂടി സംസാരിച്ചാൽ ചിലപ്പോൾ റൊണാൾഡോ തിരിച്ചു വരുമോ, മീൻസ് വിരമിക്കൽ വേണ്ടാന്ന് വെച്ച് ടീമിൻ്റെ കൂടെ തന്നെ കളിക്കാൻ വരുമോ എന്നുള്ള കാര്യം അറിയില്ല. നിങ്ങൾക്ക് എന്താ തോന്നണേ? റൊണാൾഡോ വിരമിക്കുമോ സെപ്റ്റംബർ 24 അതോ തുടർന്നും പോർച്ചുഗലിന് വേണ്ടി കളിക്കുമോ? എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, അങ്ങനെ നിങ്ങൾക്ക് എന്താ തോന്നണേ എന്നുള്ള കാര്യം. പിന്നെ വന്നിട്ടുള്ള ന്യൂസ്, ബെൽജിയത്തിൻ്റെ അടുത്ത മാനേജറായിട്ട് മാർക്ക് വാൻ ബോമ്മൽ സൈൻ ചെയ്യുകയാണ്. റൂഡി ഗാർഷിയായിരുന്നു ബെൽജിയത്തിൻ്റെ ഇത്തവണത്തെ മാനേജർ. ബെൽജിയം നന്നായിട്ട് പെർഫോം ചെയ്തു വേൾഡ് കപ്പിൽ. പക്ഷേ എന്നാലും വേൾഡ് കപ്പിലെ തോൽവിക്ക് ശേഷം റൂഡി ഗാർഷിയ റിസൈൻ ചെയ്യുകയായിരുന്നു. പിന്നെ നമുക്ക് കേൾക്കുന്ന ന്യൂസ് നെതർലൻഡ്സിനെ സംബന്ധിച്ചാണ്. നെതർലൻഡ്സിൻ്റെ മാനേജറായിട്ടുള്ള റൊണാൾഡ് കോമൻ വേൾഡ് കപ്പിന് മോശം പെർഫോമൻസ് കാരണം പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഒരു റീപ്ലേസ്മെൻറ്റിനെ അവർ കണ്ടുപിടിച്ചിട്ടില്ല. പല പേരുകളും കേൾക്കുന്നുണ്ട്, ആർനെ സ്ലോട്ടിൻ്റെ പേരും കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒരു കൺഫർമേഷൻ ന്യൂസ് ഒന്നും വന്നിട്ടില്ല. അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട രാജ്യങ്ങളായ ഉറുഗ്വേയുടെ മാനേജറായിരുന്ന മാർക്കോ ബിയൽസ പൊസിഷൻ വിട്ടുപോയി. മെക്സിക്കോയിലെ യാവേർ അഗ്വേർ മാറി അവിടെ മറ്റേ ബാഴ്സലോണയുടെ ലെജൻഡായിട്ടുള്ള റാഫേൽ മാർക്വസ് അടുത്ത കോച്ചായിട്ട് സ്ഥാനത്ത് കയറി. അതുപോലെ അർജന്റീനയുടെ കോച്ചായിട്ടുള്ള സ്കലോണി തുടരുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. അപ്പം അങ്ങനെ നാഷണൽ ടീമിൻ്റെ ഇതിൽ ഒരുപാട് വാർത്തകൾ ഇനിയും വരാനുണ്ട്. നമുക്ക് അടുത്ത ആഴ്ചകളിലൊക്കെ അതിൻ്റെ എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ജൂലൈ 19 നമ്മൾ കണ്ടു, സ്പെയിൻ ഫെറാൻ ടോറസിൻ്റെ എക്സ്ട്രാ ടൈമിൽ ഗോളിൽ അർജന്റീനയെ തോൽപ്പിച്ച് വേൾഡ് കപ്പ് കിരീടം നേടിയ നിമിഷങ്ങൾ നമ്മളെല്ലാവരും കണ്ടു. അപ്പോൾ ആ മത്സരത്തിന് ശേഷം സ്പാനിഷ് ടീം ഒന്നടങ്കം കോച്ചും സ്പാനിഷ് ടീം എല്ലാവരും നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം ജൂലൈ 20 അവർ മാഡ്രിഡ് നഗരത്തിലൂടെ ഓപ്പൺ ബസ് പരേഡ് നടത്തി. ഓപ്പൺ ബസ് പരേഡിൽ 20 ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്തു എന്നാണ് കണക്കുകളൊക്കെ വരണത്. അപ്പോൾ അതിൽ അവരുടെ ലോകകപ്പ് വിജയിച്ച ട്രോഫിയും ഒക്കെ ആയിട്ട് ആ സ്ട്രീറ്റ്സിലൂടെ ഇങ്ങനെ മൂവ് ചെയ്തു. അപ്പോൾ ലോകകപ്പിൽ ആദ്യമായിട്ടാണ് വനിതാ വേൾഡ് കപ്പും അതുപോലെ പുരുഷന്മാരുടെ വേൾഡ് കപ്പ് 2 ലോകകപ്പ് കിരീടവും ഒരേ സമയം കൈവശം വയ്ക്കുന്ന രാജ്യമായിട്ട് സ്പെയിൻ മാറി. അപ്പോൾ അതൊരു വലിയ അച്ചീവ്മെൻ്റ് തന്നെയാണ് സ്പെയിനിനെ സംബന്ധിച്ചിടത്തോളം. സ്പാനിഷ് ടീമും മാനേജറും അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള പെഡ്രോ സാഞ്ചസിനെ സന്ദർശിച്ചു. അതുപോലെ രാജകുടുംബാംഗങ്ങളുണ്ട്, ഇപ്പോൾ സ്പെയിനിൽ ഇപ്പോഴും ഉണ്ട് രാജകുടുംബത്തിലെ, അവരെയും സന്ദർശിച്ചു. അപ്പോൾ അതിനൊക്കെ ശേഷമാണ് അവർ ഈ പരേഡും ഒക്കെ ആയിട്ട് പോയത്. അപ്പോൾ എന്തായാലും സ്പാനിഷ് ആരാധകരുണ്ടെങ്കിൽ നിങ്ങളും ബസ് പരേഡൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ, ഇല്ലെങ്കിൽ കാണുക, നല്ല രസമുള്ള കാഴ്ചയായിരിക്കും. സ്പെയിനിനെ സംബന്ധിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞത് ലോകകപ്പിൽ നമ്മൾ കണ്ടതാണ്. അതായത് വളരെ കൺവിൻസിങ് ആയിട്ടാണ് അവർ ജയിച്ചത്. ആകെ ഒരു ഗോള് മാത്രമേ അവർ
കൺസീഡർ ചെയ്തുള്ളൂ ലോകകപ്പ് ജയിക്കുന്ന നിമിഷത്തിൽ. മാത്രമല്ല വേൾഡ് കപ്പ് ഫൈനൽ എന്ന് പറഞ്ഞാൽ ഇത്രയും വൺ സൈഡഡ് ആയിട്ടുള്ള ഫൈനൽ ഈ അടുത്ത കാലത്തൊന്നും നമ്മളങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. മാത്രമല്ല അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൺവിൻസിങ് ആയിട്ട് വേൾഡ് കപ്പ് ജയിച്ച ടീം സ്പെയിനാണോ അങ്ങനെ സംശയം തോന്നും അവരുടെ പെർഫോമൻസ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അതിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഇപ്പോൾ ബ്രസീൽ അതിൽ നന്നായിട്ട് കളിച്ചു എന്ന് പറയുന്നവരുണ്ടാവും വേൾഡ് കപ്പ് ജയിച്ച സമയത്ത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി കേൾക്കാൻ താല്പര്യമുണ്ട്. മാത്രമല്ല ഈ ലോകകപ്പ് നിങ്ങളൊക്കെ ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പോഡ്കാസ്റ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ വേൾഡ് കപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള പോഡ്കാസ്റ്റ് ഉണ്ട്. ഞങ്ങൾ എല്ലാ മാച്ച് ഡേ കഴിയുമ്പോഴും റൗണ്ട് അപ്പുകൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫൈനലിൻ്റെ നമ്മൾ മാച്ചിന് മുമ്പും മാച്ചിന് ശേഷവും റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കുക. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് കാണാം. ഞങ്ങളുടെ പ്ലേലിസ്റ്റ് വിസിറ്റ് ചെയ്താൽ മതി. അടുത്തതായിട്ട് ഉള്ള വേൾഡ് കപ്പിൽ ബ്രസീലിൻ്റെ താരമായിട്ടുള്ള കാസിമിറോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ടുപോയി. ഫ്രീ ഏജന്റ് ആയിരുന്നു. അപ്പോൾ MLS ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇന്റർ മയാമി ക്ലബിലാണ് കാസിമിറോ ജോയിൻ ചെയ്തത്. അവിടെ ആദ്യത്തെ കളി തന്നെ കഴിഞ്ഞ ആഴ്ച ആദ്യത്തെ മാച്ച് കളിച്ചു ഇന്റർ മയാമിക്ക് വേണ്ടിയിട്ട്. ആ മാച്ച് ജയിക്കുകയും ചെയ്തു. പക്ഷെ അവിടെ ഒരു ചെറിയ കോൺട്രവേഴ്സി ഉണ്ടായി. കോൺട്രവേഴ്സി എന്താ വെച്ചപ്പോൾ ഈ MLS മാത്രമുള്ളൊരു പരിപാടി അത്. അതായത് ഡിസ്കവറി റൈറ്റ് LA ഗാലക്സി എന്ന് പറഞ്ഞ അവിടുത്തെ ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ MLS ക്ലബ്ബ് ആണ് ഈ ഫ്രീ സൈനിങ് ആയിട്ടുള്ള കാസമിറോനെ ആദ്യം ഡിസ്കവർ ചെയ്തേ എന്നുള്ള. ഡിസ്കവറിങ് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. എന്താണ് ഈ ഡിസ്കവറി റൈറ്റ്സ് എന്നുള്ളത്? അതായത് ഫ്രീ ഏജൻസ് ആയിട്ടുള്ള പ്ലേയേഴ്സ്, MLS നിലവിൽ കളിക്കാത്ത ഫ്രീ ഏജന്റ് ആയിട്ടുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നാണ്, അതായത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള കളിക്കാരെ, ഇവർക്ക് 7 കളിക്കാരെ വരെ ഒരു ക്ലബിനെ ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് സീക്രട്ടായിട്ട് ലിസ്റ്റ് ഉണ്ടാക്കാം. ആ ലിസ്റ്റ് MLS കൊടുക്കണം. ആ കൊടുത്തു കഴിയുമ്പോൾ അതിൽ ഇന്റർ മിയാമിയുടെ ലിസ്റ്റിലും അതുപോലെ തന്നെ LA ഗാലക്സിയുടെ ലിസ്റ്റിലും രണ്ടുപേരുടെ ആ സീക്രട്ട് ലിസ്റ്റിലും കാസമിറോന്റെ പേര് വന്നു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അതിൽ LA ഗാലക്സി പറയുന്നത് ഞങ്ങളാണ് ആദ്യം ആ ലിസ്റ്റ് കൊടുത്തത്, ഇവര് ഇന്റർ മിയാമി പറയണതല്ല ഞങ്ങളാണെന്ന്. അവസാനം ഒരു ചെറിയ തർക്കത്തിലൊക്കെ എത്തി. പക്ഷെ അവസാനം അത് സെറ്റിൽ ചെയ്തു എന്നാണ് കേൾക്കുന്നത്. എന്തായാലും അതിൽ ഡെബ്യൂ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഡെബ്യൂ ചെയ്തു, നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തു. മാച്ചിൽ അവർ ജയിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ വേറൊരു ബിഗ് പ്ലെയർ ബാഴ്സലോണയുടെ സ്ട്രൈക്കറായിട്ടുണ്ടായിരുന്ന ലെവൻഡോസ്കിയും ഇപ്പോൾ MLS പോയി. ഇപ്പോൾ 2 മാച്ച് കളിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് രണ്ടാമത്തെ മാച്ച് കളിച്ചത്. പക്ഷെ ഇതുവരെ ചിക്കാഗോ ഫയർ ടീമിനാണ് ലെവൻഡോസ്കി ജോയിൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതുവരെ ജയിക്കാൻ പറ്റിയിട്ടില്ല. 2 കളി കളിച്ചിട്ട് 2 കളിയും തോറ്റു. ഒരു കളിയിൽ ഫസ്റ്റ് ഇറങ്ങിയിട്ട് സബ്ബായിട്ട് കയറി, രണ്ടാമത്തെ കളിയിൽ സെക്കൻഡ് ഹാഫ് സബ്ബായിട്ട് വന്നു. പക്ഷേ ലെവൻഡോസ്കിക്ക് ഇതുവരെ ഗോൾ അടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഗോൾ അടിക്കും, ലെവൻഡോസ്കി ആണല്ലോ. നിങ്ങൾ MLS ഫോളോ ചെയ്യാറുണ്ടോ എന്നറിയില്ല. MLS ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ന്യൂസ് വരുന്നത്, അതായത് മെസ്സി കളിക്കാൻ തിരിച്ചെത്തിയിട്ടില്ല. നമുക്കറിയാം റൂൾസ് അങ്ങനെയാണ്. ഫിഫയുടെ റൂൾസ് പ്രകാരം വേൾഡ് കപ്പ് ടൂർണമെന്റ് കഴിഞ്ഞ് 3 ആഴ്ച പ്ലേയേഴ്സിന് നിർബന്ധമായിട്ട് റെസ്റ്റ് വേണം എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടേ അവർ കളിക്കാൻ വരുള്ളൂ. അപ്പോൾ അതിനുശേഷം മെസ്സി കളിക്കാൻ വരുന്നതാണ് കേൾക്കുന്നത്. എന്തായാലും നമുക്ക് മെസ്സിയെ വീണ്ടും പിച്ചിൽ കാണാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇനി നമുക്ക് യൂറോപ്യൻ ടീമുകളിലെ ട്രാൻസ്ഫർ കൺഫേംഡ് ആയിട്ടുള്ള വാർത്തകളും ഒക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ട്രാൻസ്ഫേഴ്സ് റൂമേഴ്സ് ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. അതായത് വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ ആദ്യം ഒന്ന് സൈലന്റ് ആയിരുന്നു. പിന്നെ കുറേ പ്ലേയേഴ്സിനെ, വേൾഡ് കപ്പിൻ്റെ ഇടയിലും കുറേ പ്ലേയേഴ്സിനെ പലരും സൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് വലിയൊരു തർക്കം തന്നെ നടക്കുകയാണ് യാൻ ഡയമണ്ടയുടെ ട്രാൻസ്ഫറായിട്ട് ബന്ധപ്പെട്ട്. യാൻ ഡയമണ്ടയുടെ ഏജൻസി എന്തോ പ്രശ്നമുള്ള ഏജൻസിയാണെന്നുള്ളത് ഇതിനധികം തീരുമാനമായി കേട്ടോ. അതായത് അവരാദ്യം ലിവർപൂളായിട്ട് നെഗോഷിയേറ്റ് ചെയ്തു. അതിനുശേഷം അവർ PSG ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യണു. അത് കഴിഞ്ഞ് ഇപ്പോൾ റയൽ മാഡ്രിഡ് ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യണു. ഇപ്പോൾ റയൽ മാഡ്രിഡിൽ ഏകദേശം യാൻ ഡയമണ്ട് പോകുന്നുള്ള കാര്യം തീരുമാനമായി. അപ്പോൾ PSG അതിൽ ഭയങ്കര കലിപ്പായിട്ടിരിക്കുകയാണ്. അതായത് യാൻ ഡയമണ്ട് PSG ഏകദേശം പറഞ്ഞ് ഉറപ്പായി ഇരിക്കുന്ന സമയത്താണ് അവരുടെ ഏജൻസി തന്നെ അത്
റയൽ മാഡ്രിഡിലേക്ക് ഉള്ള ഒരു ട്രാൻസ്ഫർ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ അമേരിക്കൻ ഏജൻസി ആണെന്നുള്ളതാണ്, ഏജൻസി ഏതാണെന്നുള്ളത് തന്നെ തർക്കം നിൽക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ തർക്കമാണ് ഡയമണ്ടയുടെ ന്യൂസ്. അപ്പോൾ ആ ഡയമണ്ടയുടെ ന്യൂസ് വന്നപ്പോൾ തന്നെ അതിനെ കേന്ദ്രീകരിച്ച് കുറേ ന്യൂസുകൾ വരിക. വിനീഷ്യസ് പോകുന്നുള്ള ന്യൂസ് വരുന്നു, അതില്ല എന്ന് റയൽ മാഡ്രിഡ് ഉറപ്പിച്ച് പറയണു. മോറിനിയോയ്ക്ക് വിനീഷ്യസിനെ വേണം എന്നുള്ളത്. വിനീഷ്യസ് ആഴ്സണലായിട്ട് ലിങ്ക് ആവുന്നുണ്ട്. പിന്നെ അപ്പോൾ PSG പ്രശ്നങ്ങളായി. PSG ഡയമണ്ടയ്ക്ക് പകരം വേറെ പ്ലെയർ വേണം. അപ്പോൾ അവർ അക്ലിയോച്ചിക്ക് ട്രാൻസ്ഫർ ഇട്ടു എന്നുള്ള ഒരു ഡീൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബാർക്കോള ഓൾറെഡി അവിടെ കോൺട്രാക്ട് റിന്യൂ ചെയ്യാനില്ല എന്നുള്ള ന്യൂസ്. ബാർക്കോള ലിവർപൂളായിട്ട് ലിങ്ക് വരണു, ആഴ്സണലായിട്ട് ലിങ്ക് വരണു. അങ്ങനെ മൊത്തത്തിൽ ട്രാൻസ്ഫർ മാർക്കറ്റ് ഒന്ന് ചൂട് പിടിച്ചു ഈ വാർത്തകളോടുകൂടി. നമുക്ക് പ്രധാനപ്പെട്ട കൺഫേംഡ് ആയിട്ടുള്ള ട്രാൻസ്ഫേഴ്സ് ഒന്ന് നോക്കാം. അതായത് ഏറ്റവും കൂടുതൽ പ്രീമിയർ ലീഗിൽ നോക്കിയാൽ ടോട്ടനാം ഹോട്ട്സ്പർ ആണ് ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫർ ചെയ്തത്. അവർ ടൊണാലി, വാൻ ഹെക്കെ, ഫെർണാണ്ടസ്, റോബർട്ട്സൺ, സെനേസി, ഡുബ്രാവ്ക ഒക്കെ സൈൻ ചെയ്തു. ഇത്രയും പ്ലേയേഴ്സിനെ സൈൻ ചെയ്തു. ചെൽസി ആണെങ്കിൽ മോർഗൻ റോജേഴ്സിനെയും പലസ്ട്രയും ക്വിൻ്റെയും സൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ആഴ്സണൽ സോളിസിനെ സൈൻ ചെയ്തു. പിന്നെ ലിയം മെസ്ലിയറെ സൈൻ ചെയ്തു. മാഞ്ചസ്റ്റർ സിറ്റിയാണ് വേറെ സൈനിങ് നടത്തി. എലിയറ്റ് ആൻഡേഴ്സൺ ആണ് അവരുടെ മെയിൻ സൈനിങ് ആയിട്ട് വന്നിട്ടുള്ളത്. റോഡ്രിയുടെ റൂമേഴ്സ് ഇപ്പോൾ കത്തി നിൽക്കുന്നുണ്ട്. റോഡ്രി എങ്ങോട്ട് പോകുന്ന ആർക്കും അറിയില്ല. കോൺട്രാക്ട് റിന്യൂ ചെയ്യുമോ എന്നുള്ളതും തീരുമാനമായിട്ടില്ല. പിന്നെ ഇപ്സ്വിച്ച് ആണ് ഈ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു പ്ലെയറെ നമ്മൾ വേൾഡ് കപ്പിൽ കണ്ട പ്ലെയറാണ്, ജാപ്പനീസ് പ്ലെയർ ഡെയ്സൺ മയേഡെ ഇപ്സ്വിച്ച് സൈൻ ചെയ്തു. അവരുടെ ആദ്യത്തെ ജാപ്പനീസ് പ്ലെയർ ആണ്. പിന്നെ ലാലീഗ എടുത്ത് നോക്കിയാൽ റയൽ മാഡ്രിഡ് സൈൻ ചെയ്ത പ്ലേയേഴ്സ് ഡംഫ്രീസ്, കൊണാറ്റെ, ബെർണാഡോ സിൽവ, കുക്കുറെല്ല. അതിനൊപ്പം തന്നെ ഇപ്പോൾ യാൻ ഡയമണ്ടയുടെ സൈനിങ്ങും ഏകദേശം കൺഫേം ആയിക്കൊണ്ടിരിക്കുന്നു. റോഡ്രിയുടെ സൈനിങ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതും തീരുമാനമാവുമെന്ന് തോന്നുന്നു. അവരുടെ മിഡ്ഫീൽഡേഴ്സ് പലരും പോകുമെന്ന് പറഞ്ഞേക്കുന്നുണ്ട്. അതും നമുക്ക് നോക്കാം. പിന്നെ ഉള്ളത് ഇപ്പോൾ സൈനിങ് കൺഫേം ആയത് ലാലീഗയിൽ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് ലീ കാങ്ങിൻ, PSG ലീ കാങ്ങിങ്ങിനെ അവർ സൈൻ ചെയ്തു എന്നുള്ളത് കൺഫേം ആയി. പിന്നെ ബാഴ്സലോണ ആന്റണി ഗോർഡനെ സൈൻ ചെയ്തിരുന്നു. അഡേയമി സൈൻ ചെയ്തു. പിന്നെ ഇപ്പോൾ റൂമേഴ്സ് വരുന്നുണ്ട് യൂലിയൻ അൽവാരസിനെ കിട്ടാൻ ട്രാൻസ്ഫറിന് ഒരുപാട് ശ്രമിച്ചു. അത് ഇതുവരെ സക്സസ് ആയിട്ടില്ല. നടക്കുമെന്നുള്ള കാര്യം ബാഴ്സലോണയ്ക്ക് ഉറപ്പില്ല. പക്ഷെ അവർ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് തന്നെയാണ് പറയണത്. പിന്നെ സീരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എ സി മിലാൻ ഗൊൺകാലോ റാമോസിനെ സൈൻ ചെയ്തിരുന്നു. റൂബൻ അമോറിമിൻ്റെ കീഴിലുള്ള എ സി മിലാൻ. പിന്നെ ബയൺ മ്യൂണിക്കിൽ വന്ന അവർ വേൾഡ് കപ്പിന്റെ സമയത്ത് തന്നെ നടത്തിയ സൈനിങ്സ് തന്നെയുള്ളൂ. നെറ്റാനിയൽ ബ്രൗണും ഇസ്മയിൽ സൈബാരി, ഇത്രയും ഒക്കെയാണ് ട്രാൻസ്ഫേഴ്സിൽ മെയിനായിട്ട് നടക്കുന്നത്. ലിവർപൂൾ ഓഫ് കോഴ്സ് ഒരു സൈനിങ് ഇതുവരെ ചെയ്തിട്ടുള്ളൂ, ആൽബർട്ടോ മ്യൂനിയോസ്. പിന്നെ ഒരു സാമുവൽ ഫെർണാണ്ടസ് എന്ന് പറഞ്ഞ ടീനേജറെ സൈൻ ചെയ്തു. അപ്പോൾ ഇനി ലിവർപൂളിന്റെ ട്രാൻസ്ഫേഴ്സും ഒക്കെ ഇനി ചൂട് പിടിക്കാൻ പോവുകയാണ്. എന്തായാലും നമ്മൾ ട്രാൻസ്ഫേഴ്സിനെ കുറിച്ചൊക്കെ ഒരു ലൈവ് സെഷൻ ഈ അടുത്ത ദിവസം തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ പോഡ്കാസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അടിക്കുക. അപ്പോൾ നമ്മുടെ ട്രാൻസ്ഫേഴ്സിന്റെ ലൈവ് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഞങ്ങൾ കുറച്ചുകൂടി വിശദമായിട്ട് ഓരോ ക്ലബും ഏതൊക്കെ പ്ലേയേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും അത് അവരുടെ സ്ക്വാഡിനെ എങ്ങനെ അത് ഗുണം ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കും. അത് അടുത്ത ദിവസം വരും. ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളെ പ്ലേലിസ്റ്റിൽ ട്രാൻസ്ഫർ ചാറ്റ് എന്നുള്ള ഒരു സെഗ്മെന്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ട്രാൻസ്ഫേഴ്സ് ചാറ്റ് റൂം എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നമ്മൾ ഇതിനു മുമ്പ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡിസ്കസ് ചെയ്ത സ്ക്വാഡ് അനാലിസിസും ട്രാൻസ്ഫേഴ്സിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിവേ നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ആദ്യത്തെ ഫുട്ബോൾ വീക്ക്ലി ഷോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത എല്ലാ ആഴ്ചയും ഓരോ എപ്പിസോഡായിട്ട് ചെയ്യാനാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ എപ്പിസോഡാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അടുത്ത എപ്പിസോഡായിട്ട് തിരിച്ചു വരും. അപ്പോൾ എല്ലാവർക്കും ബൈ.